ഹായ് ഗെയ്സ്, വെൽക്കം ടു ബീലെ. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനേകം ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലായി വന്നെത്തും. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? എവിടെയെങ്കിലും ജീവൻ്റെ തുടിപ്പുകളുണ്ടോ? ഭൂമിയെപ്പോലെ നമുക്ക് വസിക്കുവാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും ഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടി മനുഷ്യൻ നടത്തുന്ന മഹായാത്രകളിലൊന്നാണ് യൂറോപ്പ ക്ലിപ്പർ. സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും വലുതും മനുഷ്യനെ എന്നും നിഗൂഢതകൾ കൊണ്ട് നിറയ്ക്കുന്നതുമായ ഗ്രഹമാണ് വ്യാഴം അഥവാ ജൂപ്പിറ്റർ. എന്നാൽ ജൂപ്പിറ്റർ മാത്രമല്ല, അതിനെ വലം വെക്കുന്ന ഗ്രഹങ്ങളും നിഗൂഢതകളുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. അവയിൽ തന്നെ മനുഷ്യനെ എന്നും ആശ്ചര്യപ്പെടുത്തുന്ന ഗ്രഹങ്ങളിലൊന്നാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ. ഭൂമിയിലെ എല്ലാ മഹാസമുദ്രങ്ങൾ ചേരുന്നതിലും ജലം യൂറോപ്പ എന്ന കൊച്ചാകാശഗോളത്തിൻ്റെ മഞ്ഞുപാളികൾക്കിടയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ തന്നെ യൂറോപ്പയിൽ ജീവൻ്റെ തുടിപ്പുകൾ തേടുവാനായി മനുഷ്യൻ തൻ്റെ പ്രയത്നങ്ങൾ ആരംഭിച്ചിരുന്നു. 1977 ഭൂമിയിൽ നിന്നും പറന്നുയർന്ന മനുഷ്യ ചരിത്രത്തിലെ തന്നെ മഹാദൗത്യങ്ങളിലൊന്നായ വോയേജർ 1ഉം 2ഉമായിരുന്നു യൂറോപ്പയെക്കുറിച്ചുള്ള ആശ്ചര്യപ്പെടുത്തുന്ന അറിവുകൾ നമുക്ക് നൽകിയത്. ഗ്രഹത്തിൻ്റെ പുറത്തുനിന്നും നമ്മളതിനെ നിരീക്ഷിക്കുന്ന സമയം യൂറോപ്പിനെക്കുറിച്ചൊരു പേടകം കാണുക വെറും മഞ്ഞുപാളികൾ മാത്രമാണെങ്കിലും 10 മുതൽ 30 കിലോമീറ്റർ വരെ കനം നിറഞ്ഞ ഈ മഞ്ഞുപാളികൾക്കടിയിൽ യൂറോപ്പ് ഒളിപ്പിച്ചു വച്ചിരുന്നതാകട്ടെ 60 മുതൽ 100 കിലോമീറ്റർ ആഴത്തിലുള്ള മഹാസമുദ്രങ്ങളായിരുന്നു. സൂര്യനിൽ നിന്നും ഇത്രയും അധികം അകലെ സ്ഥിതി ചെയ്യുന്ന യൂറോപ്പയിൽ എങ്ങനെ അതിൻ്റെ മഞ്ഞുപാളികൾക്കിടയിൽ ഇങ്ങനെയൊരു സമുദ്രം രൂപം കൊണ്ടുവന്നു എന്ന ചോദ്യം പിന്നെയും ബാക്കിയായി വന്നു. അതിനുത്തരം നൽകിയതാകട്ടെ ആ ഗ്രഹത്തിൻ്റെ സ്ഥാനവും ടൈഡൽ ഹീറ്റിംഗ് എന്ന പ്രതിഭാസവും വഴി. യൂറോപ്പ അതിൻ്റെ മാതൃഗ്രഹമായ ജൂപ്പിറ്ററിനെ വലം വയ്ക്കുമ്പോൾ ജൂപ്പിറ്ററും അതിനെ വലയം വയ്ക്കുന്ന മറ്റ് ഗ്രഹങ്ങളും നിരന്തരമായ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ യൂറോപ്പയിൽ നടത്തുന്നു. ഇതിനെ തുടർന്ന് ചില സാഹചര്യങ്ങളിൽ ഗ്രഹം വലിച്ചു നീട്ടപ്പെടുകയും എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ അത് ഗ്രഹത്തെ കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി യൂറോപ്പ എന്ന ഗ്രഹത്തിൻ്റെ മഞ്ഞുപാളികൾക്കും ശിലകൾക്കുമിടയിൽ ഫ്രിക്ഷൻ രൂപം കൊള്ളുകയും തൽഫലമായി താപം പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് ടൈഡൽ ഹീറ്റിംഗ്. അങ്ങനെ യൂറോപ്പിൽ ഒരു പക്ഷേ ജീവൻ്റെ തുടുപ്പുകൾ കാണാം എന്ന മനുഷ്യൻ്റെ സംശയങ്ങളായിരുന്നു 2024 ജീവൻ്റെ തുടുപ്പുകൾ തേടി യൂറോപ്പിലേക്കൊരു പേടകം അയക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചതും. 2024 ഒക്ടോബർ 14 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ഇലോൺ മസ്കിൻ്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റിൽ പറന്നുയർന്ന യൂറോപ്പ ക്ലിപ്പർ 6 വർഷങ്ങൾ തുടർച്ചയായി അതിൻ്റെ സഞ്ചാരം തുടരുകയും 2030 യൂറോപ്പയിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ യൂറോപ്പയിൽ എത്തിച്ചേരുന്ന ക്ലിപ്പർ യൂറോപ്പിനെ വലം വയ്ക്കുവാനായി ആരംഭിക്കുകയും ഗ്രഹത്തിൻ്റെ വളരെ അടുത്തുകൂടി പറക്കലുകൾ നടത്തുകയും ശേഖരിക്കുവാൻ സാധിക്കുന്ന അത്രയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അവയിൽ ചിലതിതാണ്: യൂറോപ്പയുടെ മഞ്ഞുപാളികൾക്ക് എത്ര കനം കാണുമെന്നും സമുദ്രങ്ങളുടെ യഥാർത്ഥ ആഴം എത്രയാകാമെന്നും ഹൈഡ്രോതെർമൽ വെൻറ്റുകളുടെ പ്രവർത്തനവും ജീവൻ്റെ ആദ്യ തുടിപ്പുകളും ഒക്കെയായിരിക്കും യൂറോപ്പ ക്ലിപ്പർ അവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിനായി റീസണും EASും മാക്സ്പെസ്റ്റും സുഡയും പിംസും പോലെയുള്ള അനേകം ഉപഗ്രഹങ്ങളും അതിനെ സഹായിക്കുവാനായി കൂടെയുണ്ട്. ഇവിടെ വളരെ വലിയ ജീവജാലങ്ങളെ കണ്ടെത്തുകയല്ല നമ്മുടെ ലക്ഷ്യം. മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള വളരെ ചെറിയ ജീവജാലങ്ങളെങ്കിലും തിരിച്ചറിയുകയും അതിലൂടെ ജീവൻ എന്ന മഹാത്ഭുതം ഭൂമിയിൽ മാത്രമല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ നിരത്തുക എന്നതുകൂടെയാണ് യൂറോപ്പ ക്ലിപ്പർ എന്ന ഈ മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയ ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി പറയുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.